വെൽക്കം ബാക്ക് ചാനൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഇത്താൻ്റെ വീട്ടിലെ മരുമോളെ ശീരണി കല്യാണത്തിൻ്റെ ഇപ്പോൾ പരിപാടിൻ്റെ പാർട്ടി വന്നിട്ട് രാത്രിക്കും പിന്നെ അതുപോലെ പിറ്റേ ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നോമ്പിലേക്ക് വന്നിട്ടില്ല. നോമ്പിലേക്ക് കേട്ടോ, അപ്പോൾ വീഡിയോ ആക്കി കാണാം. രാത്രിക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒരുക്കങ്ങളാണ്. അപ്പോൾ രാവിലെ ഇത് മോർണിംഗ് ആയിട്ടോ. അപ്പോൾ മോർണിംഗ് നമ്മൾ രാവിലെ അടിയിട്ട് ഉടനെ അതേപോലെ തന്നെ നല്ല ഫ്രഷായി, അതേപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ടൗണാണ്, അപ്പോൾ അവിടെ താഴെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ നല്ല ചുറ്റും നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നല്ലൊരു വൈബായി. അപ്പോൾ നമുക്കൊരു വീഡിയോ എന്നാൽ ചെയ്യാമെന്നൊരു കരുതി. ഇപ്പോൾ രാവിലെ അത്ര അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ എൻ്റെ ഇടത്തേക്ക് ഇത്താക്ക് 2 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവരെ അനിയൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് ഇവർക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ ഇത്ര സ്ഥലം 2 ഏക്കർ. അപ്പോൾ അതിന് ഈ നീക്കം വലിച്ച് അനിയത്തെ ഭാഗം അവർക്ക് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ അത്ര മാത്രം എനിക്ക് വലിച്ചു അതിൻ്റെ മേലുള്ള അവരുടെ ഭാഗം. പിന്നെ അവർക്ക് കുളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇത്താൻ്റെ വീട്ടിലപ്പോൾ ഞമ്മ ആയിരുന്നതാണ്. ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായ സമയത്താണ് ചെറിയ പ്രായത്തിലാണ് ഇത്താക്ക് കല്യാണം കഴിഞ്ഞത്. അപ്പം നമ്മളവിടെ നിൽക്കും, കുറേ നിൽക്കും. നമുക്കൊരു വീട് പോലെയാവാം കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ചെറിയ വീടായിരുന്നു. പിന്നെ വീണ്ടും 2ാമത് വീട് കെട്ടി. ഇത് 3ാമത് വീണ്ടും ഇപ്പോൾ പിള്ളേരെ കല്യാണത്തെ വീണ്ടും ഇതാക്കി ഇങ്ങനെ കേട്ടോ. ഇതിപ്പോൾ നീക്കെല്ലാം വലിച്ചിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്തൊക്കെ. അപ്പോൾ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് അങ്ങനെ ഇത്താൻ്റെ മരുമോളെ 7ാം മാസ ചടങ്ങിൽ കല്യാണത്തിൻ്റെ പരിപാടി. പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ അവരൊന്ന് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിൽ കിടക്കുന്ന ഗസ്റ്റ് റൂമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഏട്ടത്തിൻ്റെ മോന് ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് വന്നില്ല കേട്ടോ. ദുബായിൽ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അല്ലാതെ ഇതിനേക്കാൾ വലിയ കാറായിരുന്നു കേട്ടോ. അപ്പം അടിയ അപ്പുറം പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ചെറിയ കാർ എടുത്തിട്ടുള്ളതാണ്. മക്കൾക്ക് സ്വന്തം വേറെ വേറെയാണ് കാറ്. ഭയങ്കര ഗൗജി നടക്കുന്ന ഏട്ടത്തിൻ്റെ ഭയങ്കര പൊളിസാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയൊക്കെ വന്നു, സമയമായി. അങ്ങനെയാണ് കേട്ടോ. മെഹന്തി എങ്ങനെയുണ്ടോ നോക്കി. മെഹന്തി ഇതെൻ്റെ ഇത്താൻ്റെ 3ാമത്തെ മരുമകൾ വെച്ചാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി. മെഹന്തി എങ്ങനെ ഉണ്ടാക്കിയത് ഇത്താൻ്റെ മരുമകൾ വെച്ചതാണ് കേട്ടോ. നല്ല രാത്രി വരെ ആവുമ്പോൾ എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചയായി കേട്ടോ. ഉച്ചയായ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അവരെ ഫാമിലി അടുത്ത ഫാമിലിയിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുൾ എൻജോയ് ആയിരുന്നു കേട്ടോ. ആ ഫാമിലിയും അങ്ങനെ എല്ലാം കൂടി എൻജോയ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏട്ടത്തിയും പിന്നെ ഏട്ടത്തീൻ്റെ മോൾ പ്രസവിച്ചിട്ട് വരാൻ പറ്റും. പിന്നെ ഒരു ഏട്ടത്തി സുഖം ഉണ്ടായിരുന്നില്ല. ഇത് ഫുഡ് കാര്യങ്ങളാണ് കേട്ടോ.
ഉച്ചക്കത്തെ ഫുഡ് അവിടെ ഉണ്ടാക്കിയതല്ല, അവർ പാർസലാണ്, അവർ കാറ്ററിങ്ങിൽ നിന്ന് ഇതാക്കി ചെയ്തതാണ്. എന്നാലും ഫുഡ് പ്രശ്നമില്ല, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് അവർ വന്നത്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഏട്ടത്തിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് അവരെ ബ്രദർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കഫേയിൽ വന്ന് കയറിയതാണ് കേട്ടോ. അങ്ങനെ സർപ്രൈസൊക്കെ എല്ലാം കഴിഞ്ഞു. അവർ നല്ല ജ്യൂസും പിന്നെ അതുപോലെ പിസ്സ, നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അടിപൊളി ജ്യൂസ് കുറച്ച് സമയം ഗ്ലാസ് പോയി, അങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ. നല്ല അടിപൊളി ജ്യൂസും അടിപൊളി പിസ്സ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നല്ല എൻജോയ് ഉള്ള ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് രാത്രി അവിടെ വരെ നമ്മൾ കാറിലാണ്, ഇതിൻ്റെ കാറിലും ബസ്സിൽ. ഞാൻ സ്ഥിരം ഡ്യൂട്ടിക്ക് വരുന്ന ബസ്സാണിത്. അപ്പോൾ ആ ബസ് തന്നെ കിട്ടി എനിക്ക്. അപ്പോൾ ആ ബസ്സിൽ കയറുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്ര സമയമാണ് ഞാൻ ഡ്രൈവർ അവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. എന്നിട്ട് ഡ്രൈവർ കയറിയതിന് ശേഷം ചോദിക്കും, നിങ്ങൾ കുറേ സമയമായല്ലേ വെയിറ്റ് ആക്കുന്നത്, നേരത്തെ പോകേണ്ട ബസ് കുറേ വൈകി, മെയിൻ ഡ്രൈവർ അല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു വൈകിയത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ വിശേഷമൊന്നും ഇല്ല കേട്ടോ. ഞാനെന്തോ ബസ്സിൽ ആരും ഇല്ല കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ കുറേ ആളായി. ഞായറാഴ്ച ആകുമ്പോൾ ബസ്സിൽ പൊതുവെ ആൾ കുറവാണ്. ചില സമയത്ത് നല്ലോണം ഉണ്ടാകുന്നുണ്ട്, ചില സമയത്ത് ആരും ഉണ്ടാകുന്നില്ല കേട്ടോ. അങ്ങനെ വലിയ വിശേഷമൊന്നും ഇല്ല കേട്ടോ, ചെറിയ വിശേഷമാണ്. പിന്നെ എനിക്കിപ്പോൾ ഡ്യൂട്ടിയിലും കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ വോട്ടർ ഐ ഡിയിൽ പേര് ലിസ്റ്റിൽ ചേർക്കുന്നത് കൊണ്ട് എനിക്കൊന്നിനും ടൈമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.